ചിലവലത് റെഡിയാവും, ചിലവലത് റെഡിയാവില്ല. എൻ്റെ വേറെ മോഡലാണ് വന്നത്, എൻ്റെ റെഡി ആയില്ല. പക്ഷെ എൻ്റെ റെഡി ആയില്ലേ വെച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല. എജ്ജാതി മോട്ടിവേഷൻ ആണല്ലേ, അടിപൊളി ഇൻസ്പിറേഷൻ. നമ്മുടെ ഫായിസ്, കൊണ്ടോട്ടിക്കാരൻ കീശ്ശേരിയുള്ള ഫായിസ്, മനു ഇവിടെ ഉണ്ട് കേട്ടോ. വാ, പേര് പറഞ്ഞു കൊടുക്കേ. മുഹമ്മദ് ഫായിസ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂവാണ്. ഇങ്ങനത്തെ പൂവ്. അതിനുള്ള ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പെൻസിൽ എടുക്കാം. ഞാൻ പെൻസിൽ എടുത്തിട്ടുണ്ട്. കത്രിക, പേപ്പർ, ഇത് മാത്രം മതി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു മടക്ക് മടക്കി ഒരു ഷേപ്പ് ആക്കണം. ഇങ്ങനെ ഒരു മടക്കി എല്ലാവരും ഇങ്ങനെ ഒരു മടക്കണം. അങ്ങനെ 2 മടക്ക് നിങ്ങൾക്ക് വേണ്ടി എത്ര മടക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കുക. നമ്മൾ ഇങ്ങനെ ആക്കൂലേ, ഇങ്ങനെ ഉണ്ടാക്കുക. ഇങ്ങനെ അതാക്കുക. ഇങ്ങോട്ട് ഈ ഭാഗം ഇങ്ങനെ ഉണ്ടാക്കുക. ഇവിടെ ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക. അപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും നമ്മൾക്ക്. ഇനി നമ്മൾ പെൻസിലെടുത്ത് ഞാൻ എത്തിനാ നിങ്ങൾക്ക് അറിയില്ലല്ലോ. പെൻസിലെടുത്ത് ഞാനൊരു ഷേപ്പ് വരാനും വേണ്ടിയാണ്. ഇതിൻ്റെ ഇവിടെ ആ പൂവിൻ്റെ മോഡലൊന്ന് ഒന്ന് വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷേപ്പൊന്ന്, ഞാൻ പൂവിൻ്റെ ഷേപ്പൊന്ന് വരച്ച് കൊടുത്തു. നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ, കുറച്ച് മലൻ്റെ അതിരി ഞാൻ വരച്ചു കൊടുത്തു. ഇനി കത്രിക എടുത്ത് നമ്മൾ വെട്ടുകയാണ്. ഞാൻ വരച്ച അവിടെ നിങ്ങളൊക്കെ വെട്ടുക. നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വെട്ടുക. ഞാൻ വെട്ടി കഴിഞ്ഞു. നമുക്ക് ഇങ്ങനെ വെട്ടിയ പകുതി ഉണ്ടാവുമല്ലോ, അത് ഇങ്ങനെ തുറന്ന് നോക്കുക. ചിലവരുടെ റെഡിയാവും, ചിലവരുടെ റെഡിയാവില്ല. എൻ്റെ റെഡിയായില്ല. എൻ്റെ ഇങ്ങനെ 2 ഷേപ്പായി ഇതായി വന്നത്. അപ്പോൾ എൻ്റെ റെഡിയായില്ല. എൻ്റെ ഒരു വേറെ മോഡലാണ് വന്നത്. ഇങ്ങനത്തെ ഒരു പൂവ് ഇങ്ങനെ ആക്കണം. പലതും അങ്ങനെ ആയാലും നമുക്കൊരു കുഴപ്പമില്ല. നമുക്ക് പലത് ഒരു ഇതായാൽ നമുക്ക് പല അപ്പം ഫായിസിൻ്റെ നാട്ടിലാണ് നമ്മളുള്ളത്, കൊണ്ടോട്ടി കീശ്ശേരി. ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും റയർ പീസ്, സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ട് ഏറ്റവും റയർ പീസാണ് നമ്മുടെ ഫായിസ്. 2 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് നമ്മളെല്ലാവരും കണ്ടത്. ഫേസ്ബുക്കിലാണെങ്കിലും വാട്സാപ്പിലാണെങ്കിലും ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കണ്ടത് 2 മിനിറ്റ് മാത്രം ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ ബാക്കി കൂടി കാണണമെന്ന് ഇപ്പം ഞാനടക്കമുള്ള കുറേ ആൾക്കാർ സത്യം പറഞ്ഞാൽ ബാക്കിയും കൂടി കണ്ടിരുന്നെങ്കിൽ എന്ത് നന്നായിന്ന് കുറേ ആൾ കരുതിക്കണ്. ഫായിസിൻ്റെ ഭാഷ പറഞ്ഞാൽ കുറേ ആൾ കരുതിക്കണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു മോട്ടിവേറ്ററാണ് നമ്മുടെ ഫായിസ്. കാരണം അതിൻ്റെ വാക്കുകൾ തന്നെ, ഞാനിപ്പോൾ പെൻസിലെടുത്ത് നിങ്ങൾ എന്താ എടുത്തോളി, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പം ആളായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുക. കുറച്ചും കൂടി ഐറ്റംസ് ഫായിസിന് എടുത്തിട്ടുണ്ട്, പൂവുണ്ടാക്കുന്ന മോഡൽ. അതും ഇന്ന് നമുക്ക് ഫായിസ് കാണിച്ചല്ലേ. ഫായിസിൻ്റെ ഇപ്പോൾ എവിടെ ഉള്ളത്? ഗൾഫിൽ. ഫായിസിൻ്റെ ഇപ്പോൾ ഗൾഫിലാണ്. ഭയങ്കര സപ്പോർട്ടല്ലേ. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ എന്താ പറഞ്ഞു? ഉസാറായിക്കണ് പറഞ്ഞില്ലേ. ഇനി ഉണ്ടാക്കാൻ പറഞ്ഞു. ഫായിസിന് വ്ളോഗിങ് ഭയങ്കര ഇഷ്ടം തോന്നുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമല്ല ഇങ്ങനെ വീഡിയോ എടുക്കലൊക്കെ. അതുകൊണ്ട് എടുത്തല്ലേ. വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ? ഉറക്കെ പറഞ്ഞു കൊടുത്തവർക്ക്. ഫായിസ് കളിച്ചാൻ ആരും ഇല്ല, അതിന്റെ വെറുതെ ഒന്ന് എടുത്താ വീഡിയോ. അപ്പൊ ഇനി വ്ളോഗ് എടുക്കുന്നുണ്ടോ? ഇനി താല്പര്യം ഉണ്ടോ എടുക്കാൻ? ഇനിയും ഫായിസ് വീഡിയോ എടുക്കും. ഫായിസിന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യം ഇല്ലേ? നമുക്കൊരു ചാനൽ തുടങ്ങണ്ടേ? തുടങ്ങി. ഫായിസ് യൂട്യൂബ് ചാനൽ തുടങ്ങി. ചാനലിന്റെ പേരെന്താ? ഫായിസ് മനു എന്റർടൈൻമെന്റ് ആണ് ഫായിസിന്റെ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഫായിസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള റയർ ഐറ്റംസ്, ഇതുപോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഇനിയും ഫായിസിന്റെ അടുത്തുനിന്ന് ഉണ്ടാകും. ഫായിസേ, ഈ പൂവ് വരയ്ക്കാൻ ആരാ പഠിപ്പിച്ചത്? അത് കണ്ട് കോപ്പി അടിച്ചാ? അത് കണ്ട് പഠിച്ചാ?
ഈ പൂവ് റെഡി ആയില്ലെന്ന് നമുക്ക് അവസാനം എത്തിയപ്പോൾ തോന്നിയില്ലേ ഇത് അങ്ങനെ എവിടോ പണി വാളിക്കണല്ലോ എന്ന് ലാസ്റ്റിൽ എത്തിയപ്പോൾ തോന്നിയില്ലേ അപ്പോൾ എന്താ വീഡിയോ ഒഴിവാക്കാതെ പിന്നെ അവിടുന്ന് സംസാരിക്കാൻ കാരണം എന്തേനി ഇത് വേണമെങ്കിൽ കണ്ടോട്ടെ വെച്ചിട്ടാ ഇത് വിചാരിച്ചില്ല ആർക്കും വിട്ടുകൊടുക്കുന്നു. ഫായിസിന് എപ്പോഴാണ് ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പാക്ക് അയച്ചു കൊടുക്കണം തോന്നിയത്? ഞാൻ ഇപ്പാക്ക് അയച്ചു കൊടുക്കാനല്ല, ആ ഞാൻ എനിക്ക് നെറ്റൊക്കെ കഴിഞ്ഞാൽ നിങ്ങളെ കാണാനായി ഞാൻ. ആ ഫായിസിനില്ലേ ഈ ഫോണിൽ നെറ്റൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നെറ്റൊക്കെ കഴിഞ്ഞാൽ വെറുതെ കാണാൻ വേണ്ടി എടുത്തച്ച വീഡിയോ ആണ് അല്ലേ? അപ്പൊ ഇത് ആരാണ് ഇത് പുറത്തെത്തിച്ച ആള്? ആദ്യം എൻ്റെ ഇപ്പച്ചിക്ക് അയച്ചു കൊടുത്തത്. ആ ഇപ്പച്ചിക്ക് അയച്ചു കൊടുത്ത്, ഇപ്പച്ചിക്ക് അയച്ചു കൊടുത്ത്. പിന്നെ ഒരു താത്ത വന്നപ്പോ ആ താത്താക്ക് അയച്ചു കൊടുത്തപ്പോ ആ താത്ത തറവാട്ടത്തെ താത്ത വന്നപ്പോ ആ താത്താക്ക് അയച്ചു കൊടുത്തത്. ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ട് അങ്ങനെ പോയതാണ്. എളാപ്പ ഫാമിലി ഗ്രൂപ്പിലിട്ട് അങ്ങനെ ഇത് പിന്നെ കൈക്കന്ന് പോയിന്ന് എപ്പോഴാണ് ഫായിസിന് മനസ്സിലായത്? ഇതിപ്പോ എല്ലാരും നാട് മുഴുവൻ അറിഞ്ഞെന്നുള്ളത്. കൊറേ ആള് വിളിച്ചപ്പോഴൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞത് തന്നെ ഇത് വൈറലായി പോയിന്ന്. പിന്നെ ചാനലിനൊക്കെ ആള് വരാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്താ തോന്നിക്കണേ? ഞങ്ങൾക്ക് ഭയങ്കര പേടിയെന്ന് പറഞ്ഞല്ലോ ആദ്യം. അങ്ങനെ നമ്പർ ഉണ്ടായിനോ? ഈ വല്ല വർത്താനം പറയുള്ളൂ, ആരോടൊന്നും വർത്താനം പറയണില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ഏഷ്യാനെറ്റിൽ നിന്നൊക്കെ വന്നപ്പോ. ഈ വർത്താനം ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞല്ലോ. കുറേ ആളുണ്ടായപ്പോൾ നമുക്ക് കുറവായി പോയി ഫായിസിന്. അപ്പം ഫായിസിന് യൂട്യൂബ് ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. ആള് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിന്. എല്ലാവരും ഫായിസിൻ്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കിടുക്കാച്ച് വീഡിയോസ് ഫായിസിൻ്റെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കൂലേ? ഇനി ഇങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇട്ട് കൊടുക്കൂലേ? ഉറപ്പല്ലേ? അപ്പം ഫായിസിൻ്റെ ചാനലിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ധാരാളമായി വന്നുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് വൈറലാകാൻ കാരണം ഭയങ്കര മോട്ടിവേഷൻ. ഫായിസ് പോലും അറിയാത്തൊരു മോട്ടിവേഷൻ 2-3 വാക്കുകളിൽ കിടക്കുന്നുണ്ട്. ഇൻ്റെത് റെഡി ആയിട്ടില്ല, ചിലവരത് റെഡിയാകും, ചിലവരത് റെഡി ആയില്ല. ഇൻ്റെ ഏതായാലും റെഡി ആയിട്ടില്ല. ഇത് റെഡി ആയില്ലേ നമുക്കൊരു കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. സംഭവം ഫായിസ് വിചാരിച്ചിട്ടില്ല. അത് നമ്മൾ പറഞ്ഞതിന് എത്രയോ വലിയ അർത്ഥങ്ങളുള്ളത്. അപ്പോൾ ഫായിസേ ഇനി മുന്നോട്ട് എങ്ങനെയാണ് ഇനി പോകാൻ തീരുമാനിച്ചത്? ഇനി പൂവ് കട്ട് ചെയ്യലും ഇതൊക്കെ തന്നെയാണോ ഇനി വീഡിയോയിൽ വരിക? ഇനി പൂവ് ഉണ്ടാക്കൽ തന്നെയാണോ വീഡിയോ ഇടാൻ പോണത്? ഫായിസിന് തോന്നുന്നൊക്കെ ഫായിസ് ചാനലിലിടും. നമ്മൾ മാണയം കണ്ടോളി അങ്ങനല്ലേ? അപ്പം നമുക്ക് ആ പൂവ് കട്ട് ചെയ്യണ ആ ഭാഗം ഒന്നുകൂടി കണ്ടൂടെ? ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൂവാണ്. ആ പൂവിനുള്ള ആവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ പല മോഡലുള്ള പേപ്പറുകൾ എടുക്കാം. ഞാൻ A4 ആണ് എടുത്തത്. ഒരു A4ഉം പിന്നെ കത്രികയും. നിങ്ങൾക്ക് വേണമെങ്കിൽ പെന്നോ പെൻസിലോ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഷേപ്പ് ഇട്ടാൽ ഞാൻ എടുക്കുന്നില്ല. അതിന് ആദ്യം ഇങ്ങനെ മടക്കണം. ആനിപ്പിൻ്റെ പൂവ് ഇത് നല്ല ഷേപ്പിൽ കിട്ടിക്കണോ? മുമ്പത്തെ മാതിരി ആയിക്കണോ? അല്ലെങ്കിൽ ഇത് വിചാരിച്ച മോഡലാണോ ആയത്? ആ ഇത് മാനിപ്പി വിചാരിച്ച മോഡൽ തന്നെ കിട്ടിയത്. മറ്റേന് എന്താ പറ്റിയത് പോയത്? പിന്നെ മടക്കിയത് തെറ്റിപ്പോയി. ഇതിപ്പോൾ മാനിപ്പി വിചാരിച്ച മോഡൽ തന്നെ കിട്ടി നമുക്ക് പൂവ് അല്ലേ?